ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ 1ഉം 3ഉം ആണ്. 1ഉം 3ഉം മാത്രം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ഈ രണ്ട് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത, വകുപ്പ് വൽക്കരണത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4PS എന്നറിയപ്പെടുന്നു. അടുത്ത് 4PS ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ്. ഉദ്ദേശം അഥവാ പർപ്പസ്, പ്രക്രിയ പ്രോസസ്, പേഴ്സൺസ് ആൻഡ് പ്ലേസ് വ്യക്തികളും സ്ഥലവും. അപ്പോൾ പർപ്പസ്, പ്രോസസ്സ്, പേഴ്സൺസ് ആൻഡ് പ്ലേസ്. 4PS പർപ്പസ്, പ്രോസസ്സ്, പേഴ്സൺസ് ആൻഡ് പ്ലേസ്. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവുമാണ് ഉൾപ്പെടുന്നത്. അടുത്ത 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 1ഉം 2ഉം ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചിട്ടുള്ള വകുപ്പുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവിയൻസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. only 2 and 3. അഴിമതിയും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതെന്നാണ്? എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1985 ഭരണഘടനയിൽ കൂറുമാറ്റ നിരോധന നിയമം ഭരണങ്ങളിൽ കൂട്ടിച്ചേർത്തതെന്നാണ്. 1985 52ാം ഭേദഗതി നിയമമാണ് 10ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ്. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഈ കൂട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ്. നാഗാലാൻഡ്, മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അംഗീകരിക്കപ്പെട്ടതെന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് നവംബർ 26, 1949. ഭരണഘടന നടപ്പിൽ വന്നത് ജനുവരി 1956. രൂപീകൃതമായത് 1950 ജനുവരി 26. അംഗീകരിക്കപ്പെട്ടത് 49 നവംബർ 26. നിലവിൽ വന്നത് 50 ജനുവരി 26. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 356 സംസ്ഥാനത്തുള്ള രാഷ്ട്രപതി ഭരണം. സംസ്ഥാന അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 356. അടുത്ത, അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം സ്വദേശാഭിമാനിയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥയാണ്. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രസിദ്ധമായത്? കടമനിട്ട എന്ന സ്ഥലം പ്രസിദ്ധമായത് പടയണിയാണ്.
കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്ന ശ്രീ പി ജെ ആന്റണിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ പി ജെ ആന്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യമാണ്. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം എന്നാണ്? 1920 ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്? കബഡിയാണ്. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സൈബർ ബുള്ളിയിങ് ആണ്. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിലാണ്? സൈബർ ബുള്ളിയിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാനും വാനും എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണെന്നാണ്? 1ഉം 2ഉം മാത്രമാണ്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾപ്പെടുന്നു. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. അടുത്തത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. അപ്പം ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ഈ 2 പ്രസ്താവനയാണ് ശരി. ഈ താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? മുകളിൽ പറയുന്നവ ഒന്നും സ്പ്രെഡ്ഷീറ്റ് അല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം 5ഉം ആണ് ശരി. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്ക് വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. അപ്പം എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇനി പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികളെയും F=G m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതിൽ ജിയും ആറും എന്തെന്നാണ്? ജി എന്ന് പറഞ്ഞാൽ ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിൻ്റെ വാല്യൂ 6.674 × 10⁻⁻11. ഇനി ആർ എന്ന് പറയുന്നത് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് മാസസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.